പറയുന്ന ആളുടെ കയ്യിൽ ചക്കയുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യം ചക്കയാണ്, ബിയുടെ ആവശ്യം വാഴക്കുലയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി എഗ്രിമെന്റിൽ എത്തുന്നു. ഞാൻ എന്റെ ചക്ക നിനക്ക് തരാം, നീ എന്റെ വാഴക്കുല തന്നാൽ മതി. അങ്ങനെ പ്രൊഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് പകരം പൈസ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിവിഷൻ ഓഫ് ഇൻകം എമംഗ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിന്റെ എല്ലാ ഫാക്ടേഴ്സിലും, ഇപ്പോൾ പ്രൊഡക്ഷനും റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു, അവിടേക്കൊക്കെ നമ്മൾ ഈ അവസാനം കിട്ടുന്ന ഇൻകം ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതെന്താണ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സിന് വേണ്ടിയിട്ടാണ്. ഓരോ ആൾക്കാരുടെ ഓരോ നീഡിന്റെയും വാണ്ടിന്റെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ബിസിനസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ഈ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് നടക്കുന്നുണ്ട്, അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, അവിടെ കൺസംഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാലും കൂടെ ചേർന്നാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇക്കോണമി. അപ്പോൾ റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി എന്ന് പറയുമ്പോൾ ബിസിനസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഹാവ് പ്ലേഡ് എ വൈഡർ റോൾ ഇൻ സിൻസ് മെമ്മോറിയൽ. ഏർലി പീരീഡ് എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടൈംസ് അല്ലെങ്കിൽ പണ്ട് കാലത്ത്. ഓക്കെ, ആ സമയത്ത് ancient times, the economy of ancient times were carried out by both water and land routes. അപ്പോൾ കടൽ മാർഗം അല്ലെങ്കിൽ നദിമാർഗവും കരമാർഗവുമാണ് എന്ത് ചെയ്തിരുന്നത്, ട്രേഡ് മുഴുവൻ പണ്ട് കാലത്ത് നടന്നിരുന്നത്. അവിടെ പ്രധാനമായിട്ടും സിൽക്ക് റൂട്ട് ആൻഡ് മാരിടൈം ട്രേഡ് വർ ക്വൈറ്റ് പ്രൊമിനന്റ്. ഇത് രണ്ടും വളരെ പ്രൊമിനന്റ് ആയിരുന്ന ട്രേഡിംഗ് റൂട്ട്സും ആണ്. അപ്പോൾ പണ്ട് എന്തൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്? പണ്ട് ഇന്ത്യക്കകത്തും ഇന്റേണലിയും ഫോറിൻ ലാൻഡിൽ എക്സ്റ്റേണലി ട്രേഡ് നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻകം, സർപ്ലസ് ഇൻകം വാസ് ജനറേറ്റഡ്. ആൻഷ്യൻ ടൈമിൽ സർപ്ലസ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. കാരണം അവിടെ ഒരുപാട് ട്രേഡ് നടന്നിരുന്നു, ഒരുപാട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നിരുന്നത് നമുക്ക് നോക്കാലോ. വായിക്കുമ്പോൾ